ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് യാത്രക്കാരിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ്. കോട്ടയം കണമലയിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. കർണാടക സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് കണമല അട്ടിവിളവ് ഇറക്കത്തിൽ മറിഞ്ഞത്. പതിവായി അപകടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണമല അട്ടിവിളവ്. കർണാടകയിൽ നിന്നും ശബരിമല തീർത്ഥാടന യാത്രയ്ക്കായി എത്തിയ 32ഓളം തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഗുരുസ്വാമിയാണ് മരിച്ചതായാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. 32ഓളം യാത്രക്കാരുമായാണ് ബസ് ഇറക്കമിറങ്ങി വന്നത്. പതിവായി അപകടം നടക്കുന്ന പ്രദേശമാണ് എരുമേലിയിൽ നിന്ന് പമ്പ പാതയിലുള്ള കണമല അട്ടിവളവ്. ഇവിടെ 1 കിലോമീറ്ററോളം ദൂരം കുത്തിറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി വരുന്ന സ്ഥലപരിചയമില്ലാത്ത വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽ പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബസ്സുകൾ ഇതുവഴി പോലീസ് കടത്തിവിടാറില്ല. ഇന്നലെ ഈ വാഹനം 32 സീറ്റുള്ള ഒരു മിനി ബസ്സാണ് ഇതുവഴി വന്ന് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ വാഹനം ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുകൾ വശത്തായി തകരാറിലായി കിടക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ പോകരുത് എന്ന് നിർദ്ദേശിച്ചതുമൊക്കെയാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ വന്ന വാഹനം ഇവിടെ ഒന്ന് റോഡിൽ മറിയുകയും പിന്നീടാണ് ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ട് താഴ്ചയിലേക്ക് ചെരിഞ്ഞു കിടക്കുകയുമാണ്. അത്തരത്തിൽ പരിചയമില്ലാത്ത വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ വലിയ ബസ്സുകൾ ഇതുവഴി കടത്തിവിടാറില്ല. അങ്ങനെ ഇത് ലംഘിച്ചുകൊണ്ടൊക്കെ വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽ പെടുന്നത്. കഴിഞ്ഞ ജനുവരി 1-ന് ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. നിരന്തരമായി കണമല പ്രദേശത്ത്, ഈ അട്ടിവിളവ് പ്രദേശത്ത് അപകടങ്ങൾ പതിവാണ്. ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ജനുവരി 1-ന് അപകടം സംഭവിച്ചപ്പോൾ അവിടെ ക്രാഷ് ബാരിയർ തകർത്തിരുന്നു. സുരക്ഷാ സംവിധാനമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്തു. പിന്നീട് ആ ക്രാഷ് ബാരിയർ അവിടെ പുനഃസ്ഥാപിക്കുകയും പുതിയതായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ ക്രാഷ് ബാരിയർ കൃത്യമായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംഭവം രാവിലെ 6 മണിക്ക് നടന്ന അപകടം നാട്ടുകാർ ആദ്യം ഓടിക്കൂടുകയായിരുന്നു. പിന്നീട് പോലീസിലും ഫയർഫോഴ്സിലും ഒക്കെ വിവരം അറിയിച്ചു. ആംബുലൻസും എത്തി. നിരവധി ആളുകളെ ഇവിടെ വളരെ ശ്രമകരമായി ബസ്സിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക്, ആദ്യം ഇവിടെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ അവസ്ഥയൊക്കെ, ഏതാനും പേരുടെ അവസ്ഥ ഗുരുതരമെന്നാണ് പറയുന്നത്. കാര്യമായ മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനം 4-5 കുട്ടികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും പലപ്പോഴും അപകടം നടക്കുന്ന സ്ഥലത്ത് കൃത്യമായി സുരക്ഷാ മാർഗങ്ങൾ തന്നെ ഒരുക്കണമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതുകൊണ്ട് മാത്രമായില്ല, ഈ വാഹനത്തിൽ പരിചയമില്ലാത്ത വാഹനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ 15 അടിയോളം താഴ്ചയിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് വലിയ അപകടത്തിന് സാധ്യത പലപ്പോഴും ഉണ്ട്. സമാന്തരമായി ഈ റോഡിന് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചിരുന്നു. അത് ഈ സമീപത്ത് തന്നെ ഉപയോഗശൂന്യമായി, ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ആ കാര്യത്തിനുമൊക്കെ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 6 മണിക്ക് ഉണ്ടായിരിക്കുന്നത് ദാരുണമായ സംഭവം തന്നെയാണ്. 32ഓളം തീർത്ഥാടകരുമായി കർണാടകയിൽ നിന്നും വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. പരിക്കേറ്റവരെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം സിആർ സാം, മറുനാടൻ മലയാളി, കോട്ടയം.